ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ബേക്കിംഗ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റത്തെ ബേക്കിംഗ് ക്ലാസ്സിൽ എന്നെ കൊണ്ട് ഈ ചെയ്യിപ്പിച്ചത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. എനിക്ക് ഫസ്റ്റ് കാണിച്ചു തന്നു, അതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. പക്ഷേ റൈറ്റിംഗ് എനിക്ക് അത്രയ്ക്ക് വശമില്ലാത്തതുകൊണ്ട് എന്നെ കൊണ്ട് ടോപ്പ് ഭാഗത്ത് ഞാൻ എഴുതിപ്പിച്ചു. അത് അത്രയ്ക്ക് അങ്ങോട്ട് ലുക്കായില്ല കേക്കിന്. അവിടെ ഫോട്ടോ കൊടുക്കാട്ടോ. ചേച്ചി എന്ന് പറയുന്നത് 8 വർഷമായിട്ട് കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുറേ എക്സ്പീരിയൻസ് ആൾക്കുള്ളത് കൊണ്ട് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടാണ്. ചേച്ചി കേക്ക് ഉണ്ടാക്കി തുടങ്ങുന്ന ടൈമിലൊക്കെ ഇച്ചിരി കേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ചേച്ചിയുടെ കേക്കിൻ്റെ ടോപ്പ് ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കുകയായിരുന്നു അത്ര ബേക്ക് ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ട് ആൾ കുറഞ്ഞ നാളെടുക്കും അത് ശരിയാക്കി എടുക്കാനായിട്ട്. പല രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ആളങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയത് അതും എനിക്ക് പറഞ്ഞതെന്നുള്ളതാണ്. ചേച്ചി എൻ്റെ അടുത്ത് വീട്ടിലിരുന്നുകൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ടൂൾസ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഓൺലൈനും വാങ്ങിച്ചിട്ടുണ്ട്, ഓഫ്ലൈനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കോംബോ ആയിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ ഗോൾഡൻ കളറ് ബോൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു എനിക്ക് വേണ്ടത്, പക്ഷെ അത് ഉണ്ടായിരുന്നില്ല ഇതിൽ. പിന്നെ ഇത് വാങ്ങിച്ചിട്ട് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മൾ കേക്കൊന്നും അധികം ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ലല്ലോ. പിന്നെ ഞാൻ വാങ്ങിച്ചേക്കണത് 8 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ്. ഇത് കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത്. 6 പീസ് ഉണ്ടായിരുന്നു. ശരിക്കും 10 ഇഞ്ചിൻ്റെ വാങ്ങിച്ചാൽ മതിയായിരുന്നു, അതാകുമ്പോൾ നമുക്ക് എല്ലാ സൈസിലുള്ള കേക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ചത് എവർ ബൈറ്റിൻ്റെ ബട്ടർ പേപ്പറാണ്. ഇതും കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത്. നല്ല സാധനമാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തായിരുന്നു 2-3 തവണ. ചിലവരൊക്കെ ഇത് ഡബിൾ ലെയറായിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാനിത് ഒറ്റ ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് യൂസ് ചെയ്യാറ്. പ്രത്യേകിച്ച് കേക്കിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചത് മോർഡിൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് ആയിരുന്നു. നല്ല ചോക്ലേറ്റ് ആയിരുന്നു. 400 ഗ്രാമിൻ്റെ ആയിരുന്നു കേട്ടോ അത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് പാപ്ലോണിൻ്റെ വാനില എസൻസ് ആണ്. അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്ലാസ്റ്റിക് മെഷറിംഗ് ഡ്രോപ്പറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് നാക്പ്രോയുടെ കൊക്കോ പൗഡർ. ഇത് കോംബോ ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കേക്കിന്. പിന്നെ നിങ്ങൾക്ക് കേക്ക് ഇത്രയും കൂടി ഡാർക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ ബ്രാൻഡിൽ തന്നെ ഡാർക്ക് കൊക്കോ പൗഡറും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വാങ്ങിച്ചതാണ് മെഷറിംഗ് സ്പൂൺ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് കാണിച്ചേക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കോംബോ ആയിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതിലുണ്ടായിരുന്ന ബീറ്ററാണിത്. വലിയ ക്വാളിറ്റിയുള്ള സാധനം ഉള്ളത്. ഇത് എന്തോ 260 വോൾട്ടിൻ്റെയാണ്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ലത് വാങ്ങിക്കുക, ഒരു 300 വോൾട്ടിൻ്റെ വാങ്ങിക്കുക, അതായിരിക്കും ബെറ്റർ. ഈ ബീറ്റർ ഞാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ ബീറ്റ് ചെയ്താൽ കുഴപ്പമില്ല. നമ്മൾ കൂടുതൽ നേരം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എന്തോ ഒരു പ്ലാസ്റ്റിക് കത്തണ ഒരു സ്മെല്ല് പോലെ വരും. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വാങ്ങിക്കാം. പിന്നെ വന്നിട്ട് ബേസ്റ്റിംഗ് ബ്രഷും സ്പാച്ചുലയാണ്. ഇതും അത് തീരെ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ്. ബ്രഷ് പിന്നെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഈ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്നും എടുക്കാൻ പറ്റില്ല, അത്രയ്ക്കും ക്വാളിറ്റി കുറഞ്ഞതാണ്. പിന്നെ വന്നിട്ട് പാലറ്റ് നൈഫ്. ഞാൻ ഈ നൈഫാണ് കൂടുതലും യൂസ് ചെയ്യാറ്. ഇതൊന്നും വലിയ ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല. പിന്നെ വന്നിട്ടാണ് നമ്മുടെ ഹാൻഡ് ബീറ്റർ. ഇത് ഭയങ്കര കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് കൂടുതലും സ്റ്റീലിൻ്റെ ഹാൻഡ് ബീറ്റർ ആയിരിക്കും നല്ലത്. പിന്നെ വന്നിട്ട് പൈപ്പിംഗ് ബാഗാണ്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ക്രീമൊന്നും ഒഴിക്കാൻ പറ്റില്ല, കാരണം അത്രയും ചെറിയ പൈപ്പിംഗ് ബാഗ് ആയതുകൊണ്ട്. പിന്നെ വന്നിട്ട് ഐസിങ് സ്പാച്ചുല. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ യൂസ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഈ കോംബോയിൽ വേറെയും കുറേ ടൂൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്ത ടൂൾസാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. പിന്നെ അടുത്തത് ടേൺ ടേബിൾ. ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല ടേൺ ടേബിളാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു ആ കോംബോയിൽ ഉണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് ബൗളാണ്. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ബൗളാണ് കേട്ടോ. മൈക്രോവേവ് സേഫ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ബൗളാണ്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ പ്രൊഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ കേക്ക് ടിന്നുകൾ. ഇതൊക്കെ ഞാൻ ഓഫ്ലൈൻ വാങ്ങിച്ചാണ്. അപ്പോൾ ഇതൊക്കെ അലുമിനിയത്തിൻ്റെയാണ്. അപ്പോൾ ഓരോന്നിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് ഇതിന് റേറ്റ്. അപ്പോൾ ഇതിന് ഏകദേശം 500 രൂപയോളൊക്കെ ആയിട്ടുണ്ട് ഇത് എല്ലാം കൂടി വാങ്ങിച്ചപ്പോൾ കേട്ടോ. ഈ റൗണ്ട് ഷേപ്പിലുള്ള ടിന്നുകൾ ഏകദേശം 6, 7, 8 ഇഞ്ചിലുള്ളതും, പിന്നെ ഈ സ്ക്വയർ ടിന്ന് 7 ഇഞ്ചിൻ്റെയാണ്.
പിന്നെ ഞാനൊരു കുക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലായിരുന്നു ഞാൻ ആദ്യമൊക്കെ ബേക്ക് ചെയ്തിരുന്നത്. നല്ല കുക്കറാണ് കേട്ടോ, ഈച്ചേൻ്റെ കുക്കറായിരുന്നു കേട്ടോ. ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കേക്കിൻ്റെ ലെയറുകൾ കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നൈഫാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള നൈഫാണ് കേട്ടോ. പിന്നെ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് കേക്ക് ബേക്ക് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഇഡ്ഡലിച്ചെമ്പിലൊക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.